പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെറ്റു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 5 40ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബേത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നത് എവിടെ? ഉത്തരം, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. രണ്ടാമത്തെ ചോദ്യം, ഏതു പെരുന്നാളിൻ്റെ സമയത്താണ് യേശു ജെറുസലേമിൽ പോയത്? ഉത്തരം, യഹൂദരുടെ ഒരു തിരുനാളിൽ. മൂന്നാമത്തെ ചോദ്യം, ബേത്സദ കുളത്തിൽ എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം, 5 മണ്ഡപങ്ങൾ. 4. കുളത്തിൽ കിടന്നിരുന്നവൻ്റെ രോഗം എത്ര വർഷമായിരുന്നു? ഉത്തരം, 38 വർഷം. അഞ്ചാമത്തെ ചോദ്യം, യേശു കുളത്തിൽ കിടന്ന രോഗിയോട് എന്താണ് ചോദിച്ചത്? ഉത്തരം, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആറാമത്തെ ചോദ്യം, രോഗി യേശുവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, കർത്താവേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഏഴാമത്തെ ചോദ്യം, യേശു രോഗിയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. എട്ടാമത്തെ ചോദ്യം, സൗഖ്യം ലഭിച്ച ദിവസം ഏതായിരുന്നു? ഉത്തരം, സാബത്ത് ദിവസം. ഒൻപതാമത്തെ ചോദ്യം, പിതാവ് എന്തു ചെയ്യുന്നുവോ അതുതന്നെ പുത്രനും ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞത് ഏതു വാക്യത്തിൽ? ഉത്തരം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ. പത്താമത്തെ ചോദ്യം, പിതാവ് ആരെയെങ്കിലും വിധിക്കാതെ എല്ലാ വിധിയും പുത്രന് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എവിടെ പറയുന്നു? ഉത്തരം, യോഹന്നാൻ്റെ സുവിശേഷം 5:22. 11ാമത്തെ ചോദ്യം, ജീവനുള്ളവരെയും മരിച്ചവരെയും ഉയർപ്പിക്കുന്നതിന് ആർക്കാണ് അധികാരം? ഉത്തരം, പിതാവിനെ പോലെ പുത്രന്. 12ാമത്തെ ചോദ്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. 13ാമത്തെ ചോദ്യം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 47. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം, ബേത്സദയിലെ രോഗശാന്തി. 15ാമത്തെ ചോദ്യം, യോഹന്നാൻ 5:2 പറയുന്ന ബേത്സദ ഏത് ഭാഷയിലാണ്? ഉത്തരം, ഹെബ്രായ ഭാഷ. ബേത്സദയിൽ കിടന്നിരുന്ന രോഗികൾ ആരെല്ലാം? ഉത്തരം, കുരുടർ, മുടന്തർ, തളർവാദക്കാർ. 17ാമത്തെ ചോദ്യം, ബേത്സദ കുളത്തിലെ വെള്ളം ഇളകിയത് എങ്ങനെയാണ്? ഉത്തരം, കർത്താവിൻ്റെ ദൂതൻ ഇളക്കുമായിരുന്നു. 18ാമത്തെ ചോദ്യം, സാബത്തിൽ എന്തു ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നാണ് യഹൂദർ പറഞ്ഞത്? കിടക്ക ചുമക്കുന്നത്. 19ാമത്തെ ചോദ്യം, സുഖം പ്രാപിച്ചവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് യേശു കണ്ടപ്പോൾ യേശു എന്താണ് അവനോട് പറഞ്ഞത്? ഉത്തരം, ഇതാ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു. 20ാമത്തെ ചോദ്യം, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യരുത് എന്നാണ് യേശു സുഖം പ്രാപിച്ചവനോട് പറഞ്ഞത്? ഉത്തരം, മേലിൽ പാപം ചെയ്യരുത്. 21ാമത്തെ ചോദ്യം, യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് അവൻ ആരെയാണ് അറിയിച്ചത്? ഉത്തരം, യഹൂദരെ. 22ാമത്തെ ചോദ്യം, യഹൂദർ യേശുവിനെ ദ്വേഷിച്ചത് എന്തിന്? സാബത്തിൽ രോഗശാന്തി നൽകിയതിനാൽ. 23ാമത്തെ ചോദ്യം, യേശു സാബത്തിൽ ലംഘിക്കുക മാത്രമല്ല പിന്നെ എന്തു ചെയ്തെന്നാണ് യഹൂദർ പറയുന്നത്? ഉത്തരം, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. 24, വിധി മുഴുവനും പിതാവ് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, പുത്രനെ. 25, പുത്രനെ വിധി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ഉത്തരം, എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന്. 25, നന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും തിന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും പുറത്തു വരും. പൂരിപ്പിക്കുക. ഉത്തരം, നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉറപ്പിനായും പുറത്തുവരും. 26ാമത്തെ ചോദ്യം, പിതാവിൻ്റെ സന്നിധിയിൽ ആരായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക? ഉത്തരം, മോശ.
27. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ രണ്ടാമത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം പുത്രൻ്റെ അധികാരം. ആരാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത്? ഉത്തരം എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ. 29. മരിച്ചവർ ഡാഷ് ശ്രവിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. 30. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് ഡാഷ് നൽകിയിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം വരം നൽകിയിരിക്കുന്നു. 31. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം യേശുവിൻ്റെ സാക്ഷ്യം. 32. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ആർക്ക്? ഉത്തരം യേശുവിന്. 33. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം ഡാഷ്. പൂരിപ്പിക്കുക. എൻ്റെ സാക്ഷ്യം സത്യമല്ല. 34. സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ ആരാണ്? ഉത്തരം യോഹന്നാൻ. 35. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അവൻ ആര്? ഉത്തരം സ്നാപക യോഹന്നാൻ. 36. യോഹന്നാൻ 5:37 പ്രകാരം യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഉത്തരം പിതാവ് തന്നെ. 37. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ ഡാഷ് നിങ്ങളിൽ വസിക്കുന്നില്ല. ഉത്തരം വചനം. 38-ാമത്തെ ചോദ്യം. ആരിൽ നിന്നാണ് ഈശോ മഹത്വം സ്വീകരിക്കാത്തത്? ഉത്തരം മനുഷ്യരിൽ നിന്ന്. 39-ാമത്തെ ചോദ്യം. പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നത് ആര്? ഉത്തരം യേശു. 40-ാമത്തെ ചോദ്യം. യോഹന്നാൻ 5:46 ആരാണ് യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായി പറയുന്നത്? ഉത്തരം മോശ. താങ്ക് യു സോ മച്ച്.